ഹായ് ഗൈസ്, വെൽക്കം ടു പ്രീമെയ്ഡ്. ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ചോദിച്ചിട്ടുള്ളതിൽ ഒന്നാണ് കിച്ചൺ ടൂർ. സോ ഇന്നെൻ്റെ കിച്ചൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എപ്പോഴും എന്നെ ഈ ഒരു ചുറ്റുവട്ടത്താണ് കണ്ടുവരുന്നത്. എൻ്റെ കിച്ചൻ്റെ കളർ ടോൺ വരുന്നത് വൈറ്റും പിന്നെ ഈ ടൈലൊരു ചെറിയൊരു ബേജ് കളറായിട്ടാണ്. അപ്പോൾ കിച്ചണിൽ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നത് എൻ്റെ ടീ സ്റ്റേഷൻ ആണ്. ഇത് നിങ്ങൾ പലരും എൻ്റെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ടോട്ടലി ടീ ആൻഡ് കോഫി ഡെഡിക്കേറ്റഡ് ഏരിയ ആണ്. ഇവിടെ ഞാൻ കീപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ടീസും കോഫീസും ആണ്. എടുക്കാൻ എളുപ്പത്തിന് സൈഡിൽ മഗ്സും കോസ്റ്റേഴ്സും അപ്പുറത്ത് കെറ്റിലും വെച്ചിട്ടുണ്ട്. ആ ഒരു ടീ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ കട്ടിംഗ് ബോർഡ് വെച്ചേക്കുന്നത്. ഈ ഒരു ചോപ്പിംഗ് ബോർഡിനെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. എൻ്റെ കയ്യിലുള്ള 3 വലിയ ചോപ്പിംഗ് ബോർഡ് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ബാക്കി ചെറിയ ചോപ്പിംഗ് ബോർഡെല്ലാം ഞാൻ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ കളക്ട് ചെയ്തതാണ്. ഇത് ഐക്കയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചെറുത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് എല്ലാം രാവിലെ കുടിക്കണം, കറക്റ്റ് ആയിട്ട് രാത്രി കുടിക്കണം, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മൂഡിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ടീ ഉണ്ടാക്കുന്നത്. ഈ ഒരു ടീ പോട്ടിലോട്ടാണ് നമ്മൾ ടീ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അപ്പുറത്ത് കെറ്റിൽ വെച്ചിട്ടുണ്ട്. വെള്ളം കെറ്റിൽ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കുറച്ചു നേരം അടച്ചു വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ സിങ്കിൻ്റെ അടുത്തായിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ് മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ കളർ സ്പ്രേയർ കാണുന്നത് എൻ്റെ ഡിഷ് വാഷിംഗ് ലിക്വിഡാണ്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ബ്രഷും ഒരു വൈപ്പറും വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹാൻഡ് വാഷും വെച്ചിട്ടുണ്ട്. സ്ക്രബ്ബറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ 1 മന്ത് കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ സ്ക്രബ്ബർ എത്ര നാൾ കൂടുമ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ കാണുന്നത് പോലെ 4 ബർണർ പ്ലസ് താഴെ ഗ്രില്ലും അവനുമാണ്. ഇനി ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇടികല്ല് വെച്ചിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിന്റെ സേവനാഴി. പെപ്പർ വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഭരണിക്കകത്ത് വാളംപുളി പിന്നെ കൊടംപുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കുറച്ച് സ്പൂൺസും ഫോക്കും നൈഫും പെട്ടെന്ന് എടുക്കാൻ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. ഇത് വുഡൻ സ്പാച്ചുലാസും പിന്നെ റോളറും അതൊക്കെയാണ് ആ ഒരു ബോട്ടിൽ വെച്ചേക്കുന്നത്. ബാക്കിൽ വാളിലൊരു സെർവിങ് ബോർഡും അതിൻ്റെ അടിയിൽ ഒരു സാമ്പ്രാണി പോട്ടും വെച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സ്പൂൺ റെസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പ് എൻഡ് ചെയ്യുന്നിടത്താണ് മൈക്രോവേവ് വെച്ചേക്കുന്നത്. തൊട്ടടുത്ത് ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് വരുന്നത് 2 ഡോർ ഫ്രിഡ്ജ് പ്ലസ് ഫ്രീസർ ആണ്. ഇവിടെ പാർട്ടീസ് ഒക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സെറാമിക് പ്ലേറ്റ്സും ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഒക്കെ ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിന്റെ മുകളിലാണ് കീപ്പ് ചെയ്യുന്നത്. ഇവിടെ താഴെയാണ് ഞാൻ പല ടൈപ്പിലുള്ള റൈസുകളും പിന്നെ റൈസ് കുക്കേഴ്സും എയർ ഫ്രയേഴ്സും ഒക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സെക്ഷൻ വരുവാണെങ്കിൽ ഡെയിലി യൂസിനുള്ള പാത്രങ്ങൾ, പ്ലേറ്റ്സ്, സ്റ്റീമേഴ്സ്, പോട്ട്സ് അതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. സിങ്കിന്റെ അടിയിൽ വരുന്ന 2 ഡോറും കംപ്ലീറ്റ് ആയിട്ട് വാഷിംഗ് ലിക്വിഡ്, ക്ലീനിങ് എക്യുപ്മെന്റ്സ് അങ്ങനത്തെ പരിപാടികളാണ് മോസ്റ്റ്ലി അതവിടെ ഉള്ളത്. ഇനി ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഡോർ ഗ്യാസ് ആണ് വരുന്നത്. പിന്നെ കുക്കിംഗ് റേഞ്ചിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഡ്രോവേഴ്സിൽ ഡെയിലി യൂസിനുള്ള കട്ട്ലറീസും നൈഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ തൊട്ട് താഴെയുള്ള ഡ്രോവറിൽ സെയിം ഡെയിലി യൂസിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ താഴത്തെ ഡ്രോവർ ഞാൻ തുറക്കുന്നില്ല, അത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സാധനങ്ങളാണ്. മോസ്റ്റ്ലി പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, അപ്പപ്പൊടി അതൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇപ്പുറത്ത് വരുമ്പോൾ പല ടൈപ്പിലുള്ള ബ്ലണ്ടേഴ്സ്, ജ്യൂസേഴ്സ്, എക്സ്ട്രാ നൈഫ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെ വരുന്നത്. താഴെ എംറ്റി ബോട്ടിൽസ്, ഫ്ലാസ്ക് അത്. ഇനി ഇതിന്റെ നേരെ മുകളിലായിട്ടാണ് ഗ്ലാസസ്, ജഗ് ഒക്കെ വെച്ചേക്കുന്നത്. കൂടാതെ എക്സ്ട്രാ പ്ലേറ്റ്സും ബൗൾസും കൂടെ വെച്ചിട്ടുണ്ട്. ഹോബിന്റെ നേരെ മുകളിലായിട്ടാണ് എൻ്റെ സ്പൈസസ് എല്ലാം വെച്ചേക്കുന്നത്. അപ്പുറത്തെ ഡോറിൽ മുകളിൽ കടല, പയറ് അതുപോലത്തെ ഐറ്റംസ് എല്ലാം മുകളിൽ വെച്ചിട്ടുണ്ട്. താഴെ ഓൾ സ്പൈസസും പിന്നെ കുറച്ച് പൊടികളും, അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന പൊടികളുമാണ് താഴെ വെച്ചേക്കുന്നത്. നമ്മുടെ സ്റ്റോറേജ് റൂം വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇതൊരു ഓപ്പൺ സ്റ്റോറേജ് റൂമാണ്. ഇവിടെ എവിടെ നോക്കിയാലും എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി കാണാൻ പറ്റുന്നത്. ഓൾസോ നമ്മുടെ വാഷിംഗ് മെഷീനും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ഒരു ബാസ്ക്കറ്റ് നോക്കിയാൽ അറിയാം, അതിലും എൻ്റെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വാഷിംഗ് മെഷീൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വാട്ടർ ഡിസ്പെൻസർ വെച്ചേക്കുന്നത്. എല്ലാത്തിനും വൈറ്റ് തീം ആക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളത്തിൻ്റെ കുപ്പിക്കും ഒരു കവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മളെപ്പോഴും ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെക്കുന്നത്. സീസണൽ ഫ്രൂട്ട്സ് ആയിരിക്കും മെയിൻലി.
തൊട്ട് ബാക്കിൽ കാണുന്നത് ഒരു ലോങ് ഷെൽഫാണ്. അതിൻ്റെ അകത്ത് മോസ്റ്റ്ലി എൻ്റെ സെറാമിക്സ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ കാണുന്നതിൽ മോസ്റ്റ്ലി എല്ലാം ഒരൊറ്റ പീസേ ഉണ്ടാവുള്ളൂ. ഈവൻ പ്ലേറ്റ്സ് ആണെങ്കിലും ബൗൾസ് ആണെങ്കിലും ഒക്കെ. പിന്നെ ഡിന്നർ പ്ലേറ്റ്സ് മാത്രമായിരിക്കും ഒരു കോംബോ പോലെ കാണുന്നത്. ഈ ഒരു ഏരിയ കുറച്ച് കൺജസ്റ്റഡ് ആണ്. നമ്മുടെ കിച്ചൺ ചെറുതാണ്, അതുകൊണ്ട് ഉള്ള സ്പേസിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാം പ്ലേസ് ചെയ്തേക്കുന്നത്. ഇവിടെ എക്സ്ട്രാ 3 റാക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും എൻ്റെ സെറാമിക് പ്ലേറ്റ്സ് ആൻഡ് പോട്ട്സ് ഒക്കെയാണ്. ഇങ്ങനെയാണ് എൻ്റെ സ്റ്റോറേജ് റൂമിൻ്റെ ഓവറോൾ ഒരു ലുക്ക് വരുന്നത്. ഞാനിവിടെ ഇപ്പുറത്തൊരു സൈഡിൽ ഒരു മിററും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കവർ ചെയ്യിപ്പിച്ചത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മാക്രം ബൈ ML എന്ന് പറഞ്ഞിട്ടൊരു പേജ് വഴിയാണ്. എൻ്റെ ഈ ചെറിയ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റായിട്ട് ഞാൻ എൻ്റെ കിച്ചൻ്റെ ഒരു ഓവറോൾ ലുക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ കിച്ചൺ ടൂറിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഈ ഒരു പാഴ്സൽ എനിക്ക് കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട്, അതുകൊണ്ട് നിങ്ങൾ കാണാൻ പോകുന്ന സാധനങ്ങളുടെ അളവും ഇതിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഇതെൻ്റെ ഫ്രണ്ട് പ്രശാന്തി ഹൈദരാബാദിൽ നിന്ന് കൊടുത്തയച്ചേക്കുന്ന പാഴ്സലാണ്. ആദ്യം നമുക്ക് സ്വീറ്റിൽ നിന്ന് തുടങ്ങാം. റാഗി ജാഗ്രി കുക്കീസ് ആണ്. ഇതൊക്കെ ആളുകൾ എടുത്ത് തുടങ്ങി കേട്ടോ. ഇതിൻ്റെ അകത്ത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കുക്കീസ് കുറച്ച് എന്നാലും ഉണ്ട്. ഇതിന് 3-4 എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണെന്നേ. ഇത് കഴിച്ചവർക്കറിയാം. ഈ ഒരു കുക്കീസ് വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ഉണ്ടോ. നമ്മുടെ കാഷ്യൂനട്ട് കടലമിഠായി ഇല്ലേ, സെയിം തന്നെ കാഷ്യൂനട്ടും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. തുറന്ന് കാട്ടിത്തരാം. ഒരു മിനിറ്റ്, ഞാൻ തുറന്ന് കാട്ടിത്തരാം. കടലമിഠായിയുടെ എക്സാക്റ്റ് കാഷ്യൂനട്ട് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് പൗഡറാണ്. നല്ല കാരം സ്പ്രിങ്കിള്, അതുപോലെ തന്നെ ഗോംഗൂറ സ്പ്രിങ്കിള്, പിന്നെ ഇത് ടാമറിൻ ലീഫ് സ്പ്രിങ്കിള്, നമ്മുടെ പുളിയിലയുടെ ഒരു ചമ്മന്തിപ്പൊടി പോലെയാണ്. പിന്നെ കറിവേപ്പിലയുടെയും മുരിങ്ങയിലയുടെയും കറി ലീഫ് മുരിങ്ങ സ്പ്രിങ്കിള്. പിന്നെ ഇവരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇവരുടെ ആവക്കായ് അച്ചാറുകളാണ്. ഇത് കടുമാങ്ങ അച്ചാറ്, പിന്നെ ഇത് ടൊമാറ്റോന്റെ പിക്കിള്. ഇതൊക്കെ കിഡിലൻ ടേസ്റ്റ് ആണ്. ഇതിൽ ഒരു ഇത്തിരി മതി ടൊമാറ്റോ പിക്കിളൊക്കെ ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ. ഇതൊരു ഇച്ചിരി എടുത്താൽ മതി. ഇതുണ്ടോ ഇപ്പം ഇത്രയായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തിരി നേരത്തെ വന്ന പാക്കേജ് ആണ്. ഇത് പറയുമ്പോൾ തന്നെ വായുന്ന വെള്ളം വന്നുണ്ട്. ഇതും തൈരും ചോറും മാത്രം മതി. പിന്നെ ഇത് ആവക്കായ മാങ്ങോ പിക്കിളാണ്. പിന്നെ ഇത് പുളിയും ചീരലയും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു പിക്കിളാണ്. ഇവര് ഈ പിക്കിളായിട്ടല്ലാതെയും മാരിനേഷനായിട്ടും ഈ പിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കറി വെക്കുകയോ ഫ്രൈ ആക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിലെ അച്ചാർ പോലെയല്ല, വളരെ ഡിഫറെൻ്റ് ആണ്. നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തീരും കേട്ടോ ഇതൊക്കെ. ഇത് കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും എപ്പോൾ വന്ന പാക്കേജ് ആണെന്ന്. ഇവരുടെ ഫ്രൈഡ് ഐറ്റംസ് ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഇത് പല ഫ്രൈഡ് ഐറ്റംസ് ആണ്. ഇതൊരു റിങ് പോലത്തെ ഒരു സാധനം. പിന്നെ ഒരു മടക്ക്, ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സാധനം, മടക്ക്. ശരിക്കും ഇത് ഈ വീഡിയോ എടുക്കാൻ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. എന്നാലേ ഇത് ബാക്കിയുള്ളവർക്ക് കൂടെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഹൈദരാബാദിൽ നിന്ന് പ്രശാന്തി ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം. അപ്പോൾ താങ്ക് യു പ്രശാന്തി.